ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ നാലണയ്ക്ക് വളയും വാങ്ങി ഞാൻ നടന്നപ്പോൾ 4000 പവനുരുകും നിന്റെ മേനിയിൽ ഒരു കൃഷ്ണ തുളസി പൂവാകാൻ ഞാൻ കൊതിച്ചല്ലോ. ഈ പാട്ട് വലിയ ഹിറ്റാണ്. ഞാൻ പാടുമ്പോൾ അത് പടുസ്വരം ആയിപ്പോകും. ഞാൻ പാടുമ്പോൾ അതിൻ്റെ താളം കിട്ടില്ല. ഈ പാട്ട് ജയിക്കാനായി ജനിച്ചവൻ എന്ന സിനിമയിൽ ഉള്ളതാണ്. ഈ പാട്ടിൽ അഭിനയിച്ചത് സോമനും മല്ലികയുമാണ്. മല്ലിക എന്നാൽ മല്ലിക സുകുമാരൻ. ഇപ്പോൾ തൻ്റെ ഇടത്തോടുകൂടി കാര്യങ്ങൾ പറയുന്ന, തൻ്റെ ഇടത്തോടുകൂടി എന്തും പറയുന്ന മല്ലിക സുകുമാരൻ തുറന്നടിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഈ ചിത്രത്തിന് വലിയൊരു ചരിത്രമുണ്ട്. ഈ ചിത്രം മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു. പ്രേം നസീർ നായകൻ, ജയൻ വില്ലൻ, സോമൻ ഉപനായകൻ, ശ്രീകുമാരൻ തമ്പി സംവിധായകൻ. ശ്രീകുമാരൻ തമ്പി കഥയും തിരക്കഥയും എഴുതിയ ചിത്രം കൂടിയായിരുന്നു ഇത്. ശ്രീകുമാരൻ തമ്പി തന്നെയായിരുന്നു ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവും. എന്തായാലും ചിത്രം അതുവരെ കണ്ടിട്ടില്ലാത്ത പുതുമയിൽ ഇറക്കാൻ ശ്രീകുമാരൻ തമ്പി തീരുമാനിച്ചു. ഈ ചിത്രത്തിൽ അന്നത്തെ കാലത്ത് നിലനിൽക്കുന്ന മാർഷൽ ആർട്സിനെ കുറിച്ചുള്ള പരിചയമൊക്കെയുണ്ട്. പ്രേം നസീർ കരാട്ടെ പഠിക്കുന്നതും ഉപനായകനായ സോമൻ കരാട്ടെ പഠിക്കുന്നതും സോമനും പ്രേം നസീറും തമ്മിൽ ഒരു ഘട്ടത്തിൽ തെറ്റുന്നതും അടക്കമുള്ള ഒരുപാട് രംഗങ്ങൾ, ഒരുപാട് നാടകീയ രംഗങ്ങൾ തിരുകി കയറ്റിയ ചിത്രമായിരുന്നു ജയിക്കാനായി ജനിച്ചവൻ. ചട്ടാമ്പി കല്യാണി അടക്കമുള്ള സിനിമയിൽ നിന്ന് വലിയ വിജയം നേടിയ ശ്രീകുമാരൻ തമ്പിയെ സംബന്ധിച്ചിടത്തോളം ജയിക്കാനായി ജനിച്ചവൻ ഒരു പ്രസ്റ്റീജ് പ്രോജക്റ്റ് ആയിരുന്നു. പ്രേം നസീറിനെ നായകനാക്കിക്കൊണ്ട്, ജയനെ വില്ലനാക്കിക്കൊണ്ട്, സോമനെ ഉപനായകനാക്കിക്കൊണ്ട് ശ്രീകുമാരൻ തമ്പി ഇറക്കിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്ന് തരിപ്പണമായി മാറി. ബോക്സ് ഓഫീസിൽ എന്തുകൊണ്ട് ഈ ചിത്രം തകർന്നു എന്നതിന് ഉത്തരം ഇപ്പോഴത്തെ മല്ലിക സുകുമാരൻ എന്ന അന്നത്തെ മല്ലികയിൽ എത്തി നിൽക്കുന്നു. ഈ ചിത്രത്തിൽ സോമൻ്റെ നായികയായിരുന്നു മല്ലിക തുടകളും മാറിട വടിവുകളും ഒക്കെ കാണിച്ച് അഭിനയിക്കേണ്ടി വന്ന ഒരു കഥാപാത്രം. ഈ കഥാപാത്രം ചെയ്യാൻ ശ്രീകുമാരൻ തമ്പി ഉദ്ദേശിച്ചിരുന്നത് ഉണ്ണിമേരിയായിരുന്നു. മുക്കുവനെ സ്നേഹിച്ച ഭൂതം എന്ന ചിത്രത്തിലൂടെ സോമനും ഉണ്ണിമേരിയും ജോഡികളായി വാഴ്ത്തപ്പെടുന്ന കാലം. ആ കാലത്ത് ഉണ്ണിമേരിയും സോമനും ഈ ചിത്രത്തിലെ ഉപനായകനായ സോമനും ഉണ്ണിമേരിയും തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ, അല്ലെങ്കിൽ ഉണ്ണിമേരിയുടെ തുടയഴകും മാറിട വടിവും ഒക്കെ സിനിമയെ രക്ഷിച്ചുവെന്ന് ശ്രീകുമാരൻ തമ്പിക്ക് അറിയാമായിരുന്നു. പക്ഷേ തെക്കുറിശ്ശി സുകുമാരൻ നായർ ഇടപെട്ടു ഈ സംഭവത്തിൽ. അന്ന് മല്ലിക ജഗതി ശ്രീകുമാറുമൊത്ത് മദ്രാസിൽ താമസിക്കുന്ന കാലം. ജഗതി ശ്രീകുമാർ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജോലി നോക്കി അതിജീവനം തേടുന്ന കാലം. അവളുടെ രാവുകൾ അടക്കമുള്ള ചിത്രങ്ങളിൽ മല്ലികയ്ക്ക് ചെറു വേഷങ്ങൾ ലഭിച്ച് മല്ലിക പ്രശസ്തിയിലേക്ക് വരുന്ന കാലം. തെക്കുറിശ്ശി സുകുമാരൻ നായർ ശ്രീകുമാരൻ തമ്പിയോട് പറഞ്ഞു, ജയിക്കാനായി ജനിച്ചവനിൽ സോമൻ്റെ നായികയായി മല്ലികയെ ഇടണം. തെക്കുറിശ്ശി സുകുമാരൻ നായരുടെ വാക്കുകൾക്ക് വഴങ്ങേണ്ടി വന്നു ശ്രീകുമാരൻ തമ്പിക്ക്. ശ്രീകുമാരൻ തമ്പിയോട് തെക്കുറിശ്ശി സുകുമാരൻ നായർ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് ശ്രീകുമാരൻ തമ്പിക്ക് നിഷേധിക്കാൻ ആവില്ല.
ഉണ്ണിമേരി സോമന്റെ നായികയായി വന്നിരുന്നെങ്കിൽ മുക്കുവനെ സ്നേഹിച്ച ഭൂതം അടക്കമുള്ള വലിയ ഹിറ്റ് ചിത്രങ്ങളുടെ ജോഡികളായി അവർ മാറുമായിരുന്നു. പക്ഷേ ജയിക്കാനായി ജനിച്ചവനിൽ ഉണ്ണിമേരിയെ കട്ട് ചെയ്ത് മല്ലികയെ കൊണ്ടുവന്നു ശ്രീകുമാരൻ തമ്പി. മല്ലിക തുടകളും മാറിട വടിവുകളും ഒക്കെ കാണിച്ച് ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ എന്ന ഗാനരംഗത്തിൽ സോമനുമായി അഭിനയിച്ചു. പക്ഷേ പ്രേക്ഷകർ മല്ലികയെ തിരസ്കരിച്ചു. ആ സിനിമയിലെ ഹൈലൈറ്റായ ഒരു ഗാനരംഗമായിരുന്നു അത്. നസീറായിരുന്നു നായകനെങ്കിലും സോമൻ ആ ചിത്രത്തിൽ ഉപനായകനായിരുന്നു എന്ന് ഓർക്കണം. ജയൻ വില്ലൻ വേഷം. പക്ഷേ ഈ ഗാനരംഗത്ത് മല്ലികയുടെ തുടകളും മല്ലികയുടെ മാറിട വടിവുകളും ഒക്കെ മല്ലിക പ്രദർശിപ്പിച്ചുവെങ്കിലും പ്രേക്ഷകർക്ക് അത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം പ്രേക്ഷകർ സോമന്റെ നായികയായി പ്രതീക്ഷിച്ചത് ഉണ്ണിമേരിയെ പോലെയുള്ള മാദക സൗന്ദര്യമുള്ള നടിമാരെയായിരുന്നു, അല്ലെങ്കിൽ സീമയെ പോലെയുള്ള മാദക സൗന്ദര്യമുള്ള നടിമാരായിരുന്നു. പക്ഷേ തെക്കുറിശി പറയുന്നത് കേട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു ശ്രീകുമാരൻ തമ്പിക്ക്. ജയിക്കാനായി ജനിച്ചവൻ തിയേറ്ററുകളിൽ എത്തി. മലയാള സിനിമയിൽ മാത്രമല്ല, തെന്നിന്ത്യൻ സിനിമയിൽ ആദ്യമായി പുഷ്പക വിമാനം അവതരിപ്പിച്ചതും ആ വിമാനത്തിനുള്ളിൽ സംഘട്ടന രംഗങ്ങൾ ചിത്രീകരിച്ചതും ഒക്കെ ജയിക്കാനായി ജനിച്ചവൻ എന്ന ചിത്രത്തിൽ ആയിരുന്നു. പ്രേം നസീറും ജയനും പുഷ്പക വിമാനത്തിനുള്ളിൽ വെച്ച് നടത്തുന്ന സംഘടന രംഗങ്ങളൊക്കെ ആ ചിത്രത്തിൻ്റെ മൈലേജ് കൂട്ടിയെങ്കിലും ചിത്രം പരാജയപ്പെട്ടു. ചിത്രം പരാജയപ്പെടാൻ കാരണം ഉണ്ണിമേരിക്ക് പകരം ഉപനായകനായ സോമന്റെ ജോഡിയായി മല്ലിക അഭിനയിച്ചതാണ് എന്ന ആരോപണം അന്ന് ഉയർന്നു. പിൽക്കാലത്ത് ശ്രീകുമാരൻ തമ്പിയും ഈ ആരോപണം ശരിവെച്ചു. അന്ന് ശ്രീകുമാരൻ തമ്പിക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും തെക്കുറിശി സുകുമാരൻ നായരുമായൊക്കെ വലിയ കമ്മിറ്റ്മെൻറ്റുകൾ ശ്രീകുമാരൻ തമ്പി പുലർത്തിയിരുന്നു. തെക്കുറിശി ഉണ്ണിമേരിയെ മാറ്റി മല്ലികയെ അതിലെ സോമന്റെ നായികയാക്കാൻ നിർദ്ദേശിച്ചപ്പോൾ ശ്രീകുമാരൻ തമ്പിക്ക് അത് എതിർക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഉണ്ണിമേരിക്ക് പകരം മല്ലിക അഭിനയിച്ചു. ചിത്രം ശ്രീകുമാരൻ തമ്പിക്ക് വലിയ വലിയ ഡാമേജ് ഉണ്ടാക്കി, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി. ചട്ടമ്പി കല്യാണി അടക്കമുള്ള ചിത്രങ്ങളൊക്കെ ഹിറ്റാക്കി പണം വാരി നിൽക്കുന്ന ശ്രീകുമാരൻ തമ്പി ജയിക്കാനായി ജനിച്ചവൻ എന്ന ചിത്രത്തിലൂടെ ആ പണമെല്ലാം കളഞ്ഞ് കുളിച്ചു. തൻ്റെ സ്വത്തുക്കൾ ഓരോന്നായി വിൽക്കേണ്ട ഗതികേട് ശ്രീകുമാരൻ തമ്പിക്ക് ഉണ്ടായി ഈ ചിത്രത്തിലൂടെ. അതിന് കാരണം മറ്റൊന്നുമല്ല, ഉണ്ണിമേരിക്ക് പകരം സോമന്റെ നായികയായി മല്ലിക എത്തിയതാണ്. മല്ലികയുടെ തുടയഴകുകളും മാറിട വടിവുകളും ഒന്നും പ്രേക്ഷകർ സ്വീകരിച്ചില്ല അന്നത്തെ കാലത്ത്. ഉണ്ണിമേരിയായിരുന്നു സോമന്റെ നായികയായി എത്തിയിരുന്നതെങ്കിൽ ചിത്രം വലിയ ഹിറ്റായി മാറുമായിരുന്നു. പ്രേം നസീറിനെ സംബന്ധിച്ചിടത്തോളം പ്രേം നസീറിൻ്റെ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ചിത്രം കൂടിയായിരുന്നു ജയിക്കാനായി ജനിച്ചവൻ.